ആളുകൾ എല്ലാ തവണയും ഉണ്ടാവുന്ന ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ നാടകമാണ്. നാടകം അങ്ങനെ വെറുതെ അഭിനയിച്ച് പോവുകയല്ല നമ്മുടെ കുട്ടികൾ ചെയ്യാറ്. ഓരോ നാടകവും ഓരോ രാഷ്ട്രീയം പറഞ്ഞു വെച്ച് ഓരോ കാലഘട്ടത്തിനെ അടയാളപ്പെടുത്തിയാണ് അവതരിപ്പിക്കുന്നത്. അത് ഇത്തവണയും ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ നാടകവും കലോത്സവവും ഒക്കെ കഴിയുമ്പോൾ ഈ നാടകം ആകെ ഒരാളങ്ങ് എടുത്തു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ നാടക മത്സരത്തിൽ നാടകവേദികൾ നിറഞ്ഞെന്നൊരു പേരാണ് ജിനോ ജോസഫ്. ജിനോ ജോസഫാണ് നമുക്കൊപ്പമുള്ളത്. പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്തവണ കലോത്സവത്തിൽ മികച്ച നടീനടന്മാർ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതിൽ 4 പേരും 3 പേര് നമുക്കൊപ്പമുണ്ട്. 4 പേരും സാറ് ചെയ്തിട്ടുള്ള നാടകങ്ങളിൽ ഉള്ളവരെന്നുള്ളതാണ്. അമോഷനെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനമുള്ള കാര്യമാണ്. ഹയർ സെക്കൻഡറിയിൽ 3 നാടകങ്ങളുമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതിൽ 4 പേരെ മികച്ചവരായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒപ്പം തന്നെ നാടകത്തിലേക്ക് ഇടും അല്ലേ മോശം? ഇത് എനിക്ക് പേഴ്സണലി കൂടി കുറച്ച് സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് അഭിമാനം അധികമാണ്. എന്നെ പഠിപ്പിച്ച അല്ലെങ്കിൽ അഭിനയവും ഒപ്പം തന്നെ ക്ലാസ്സിലും ജേർണലിസം ഒക്കെ പഠിപ്പിച്ച അധ്യാപകനാണ് ഇങ്ങനെ എത്തുന്നത്. സാറ് നമുക്കുള്ള അഭിമാനം കൂടിയാണ്. എങ്ങനെയാണ് ഇങ്ങനെ? വലിയ സന്തോഷം. കാരണം 3 നാടകങ്ങൾ സംസ്ഥാന കലോത്സവത്തിൽ മാറ്റുരച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഭാഷ എന്ന നാടകം പ്രേക്ഷകരുടെ മികച്ച പ്രതികരണം നേടി, മികച്ച നടനുള്ള അവാർഡ് നേടി. അതിനുശേഷം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പോക്ക് എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള നാടകം മികച്ച നടനും നടിക്കുമുള്ള അവാർഡ് നേടി. മറ്റൊരു നാടകം കോഴിക്കോട് ജില്ലയുടെ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തട്ടം എന്ന് പറയുന്ന നാടകം, ആ നാടകത്തിലെ അഭിനയത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം വിജയ് എന്ന വിദ്യാർത്ഥി നേടി. അങ്ങനെ ഈ വർഷം 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അധ്യായം കൂടി എഴുതി ചേർത്തുകൊണ്ടാണ് കടന്നു പോകുന്നത്. തൃശ്ശൂരങ്ങ് എടുത്തു അല്ലേ? എന്തായാലും വലിയ സന്തോഷം. നാടകം ഞാനെടുത്തു എന്നുള്ളതിനേക്കാൾ ഉപരി പ്രേക്ഷകർ നാടകത്തെ അങ്ങേയറ്റം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. സാറിൻ്റെ ജിനോ ജോസഫിൻ്റെ നാടകത്തിനായിട്ട് പ്രേക്ഷകരുണ്ട്. നാടകം ജിനോ ജോസഫിൻ്റെ നാടകം വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ അത് കാണാൻ വേണ്ടി വരുന്നവരുണ്ട്. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നാടകങ്ങൾ പറയുന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് എത്താൻ മുമ്പ് ഇവരാണ് പഠിപ്പിച്ച സാറാണെങ്കിലും ഇവരാണ് അവതരിപ്പിച്ച ആളുകൾ, ഇവരാണ് താരങ്ങളായത്. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട മോളെ പേര് അന്ന. അന്നയ്ക്ക് കഥ ഒരു നാടകമാകുമ്പോൾ കുറേ സീൻ ഉണ്ടാവും. അതിൽ ഏതായിരുന്നു എല്ലാവരും കൈയടിച്ച നാടകത്തിൽ? അങ്ങനെയാണല്ലോ, എല്ലാവരും എണീറ്റ് കൈയടിക്കും വൈകാരികമായി. ആ രംഗം അതൊന്ന് നമുക്ക് പെർഫോം ചെയ്യാമോ? തീർച്ചയായും. ശബ്ദമൊക്കെ പോയിരിക്കല്ലേ? ഇതിനെപ്പറ്റി എനിക്ക് ചോദിക്കാനുണ്ട്, പറഞ്ഞോ. പിന്നെ എന്നാക്ക പുകിലും തൊന്തരവായിരുന്നു. എന്നിട്ട് ഏറ്റവും കൂടുതൽ കയ്യിൽ കിട്ടിയ ഏതാണ്ടൊക്കെയോ ഒരു ട്രങ്ക് വെട്ടിക്കകത്തും കുത്തി നിറച്ചിറങ്ങിപ്പോന്നു ഓരിച്ചയാ. ചാച്ചനും അമ്മച്ചിയും അമ്മാച്ചന്മാരും മറ്റു പറഞ്ഞേച്ചാ ഒച്ചേക്കുവോ കണ്ടിച്ചേനെ രണ്ടിനെയും. എന്നിട്ട് ഈരാറ്റുപേട്ടയിൽ എത്തിയപ്പോഴേക്കും കൊപ്രായും കൊട്ടടയ്ക്കായും മറ്റും കയറ്റിക്കൊണ്ടുപോകുന്ന മൂരി വണ്ടിയിൽ വലിഞ്ഞു കയറിയല്ലായോ തീവണ്ടി ആപ്പീസ് വരെ എത്തിയത്. തലശ്ശേരി വണ്ടി ഇറങ്ങി അവിടെ നീരിട്ടി പാലത്തിന്റെ അത്തറ്റം എത്തിയപ്പോൾ പിറ്റേന്ന് മോന്തി. അവിടുന്ന് കേളം പീടികയും കുന്നോത്തും കഴിഞ്ഞ് കൂട്ടുപുഴയ്ക്ക്. എന്നാ ഒരു യാത്രയായിരുന്നു. കൂടും കുടുക്കയും ഇട്ടെറിഞ്ഞേച്ചൊരു കുടിയേറ്റം. അടിപൊളി. അതായത് നാടകത്തിന്റെ പ്രത്യേകത വെറുതെ അഭിനയിച്ച മാത്രം പോരാ, അതുപോലെ അല്ലേ സ്ലാങ് ഒക്കെ അതുപോലെ പറയണം എന്നുള്ളത്. മോന്റെ പേരെന്താ? ഫ്ലവിൻ. ആദ്യമായിട്ട് അങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. ഫ്ലവിൻ ഫ്ലവർ പോലെയൊക്കെയാണ്. എന്താ അതിന്റെ അർത്ഥം? ഫ്ലവിന്റെ അർത്ഥം എന്താ? അറിയില്ല. എത്ര വയസ്സായി? 17. ഇതെന്തായാലും ചോദിക്കണം കേട്ടോ. ഫ്ലവിന്റെ അർത്ഥം എന്താണെന്ന് അച്ഛനും അമ്മയും പേരിട്ടില്ല. അച്ഛനോടും അമ്മയോട് ചോദിച്ചു വെക്കണം കേട്ടോ. ശരി, ഏതായിരുന്നു ക്യാരക്ടർ? എന്തായിരുന്നു ക്യാരക്ടർ? ഏത് നാടകത്തിൽ അഭിനയിച്ചേ? അപ്പം ഒരു ചെറിയ ഭാഗം ചെയ്യല്ലേ? അമ്മച്ചിനൊട്ടും ടേക്ക് ഓഫിന് മുന്നേ ക്രാഷ് ലാൻഡ് ചെയ്യാൻ വിധിക്കപ്പെട്ട എന്റെ വിദേശ സ്വപ്നങ്ങളാണ് സത്യം. ഇന്ന് 6 മാസത്തിനകം അമ്മച്ചിയുടെ അടിമത്തത്തിന്റെ അടുപ്പിന് മുട്ടിലെ ചാരത്തിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ സ്വാതന്ത്ര്യത്തിന്റെ പരദീസയിലേക്ക് ഞാൻ പറന്നിരിക്കും. ഞെട്ടി ഞാൻ. വൺ പെർഫോമൻസ്. മോന്റെ പേരെന്താ? വിജയ്. ഏത് നാടകത്തിലാ? തട്ടം. തട്ടത്തിലെ എന്തായിരുന്നു കഥാപാത്രത്തിന്റെ പേര്? കോടം മുരളി. വേണ്ട, കയ്യും കലാശവും കാട്ടി കണ്ണു തെറ്റിക്കേണ്ട. കാടും മേടും മലയും മലഞ്ചെരിവും അനവധി കണ്ടു. മതി. കുടിനീര് ചോരയാ, ശമിക്കാത്ത ദാഹവും പൊയ്ക്കോ. ദാഹം പെരുകി പെരുകി പെരുക്കുന്ന ദാഹം. പക്ഷെ 3 നാടകങ്ങളാണ് ഇത്തവണ അവതരിപ്പിച്ചത്. ഈ 3 നാടകത്തിന്റെ എന്തായിരുന്നു ഒരു പൊളിറ്റിക്സ് പറയാൻ ഉദ്ദേശിച്ചത്? കാലിക പ്രസക്തിയുള്ളതായിരുന്നു? തീർച്ചയായിട്ടും എല്ലാ നാടകങ്ങളും അഡ്രസ്സ് ചെയ്ത വിഷയങ്ങൾ ഏറെ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളായിരുന്നു. ഭാഷ എന്ന് പറയുന്ന നാടകം
വർത്തമാനകാല സാഹചര്യങ്ങൾ, നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യുദ്ധം പോലുള്ള വിഷയങ്ങൾ, അത് കുഞ്ഞുങ്ങളെ എത്രമാത്രം ബാധിക്കുന്നു, അല്ലെങ്കിൽ ലോകത്തെവിടെയായാലും കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കപ്പെടുകയോ ഇരകളാക്കുകയോ ചെയ്യപ്പെടുന്നതിനെ ഒരു തരത്തിലും നീതീകരിക്കാനാവില്ല എന്ന് പറയുന്നൊരു വിഷയമാണ് ഭാഷ കൈകാര്യം ചെയ്തത്. നമ്മുടെ മനസ്സിലെ സ്നേഹത്തിനും ആർദ്രതയ്ക്കും വിശപ്പിനും മരണത്തിനും വേദനകൾക്കുമൊന്നും ഭാഷയില്ല. അതൊക്കെ ഭാഷകൾക്ക് അതീതമാണ് എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയമാണ് ഭാഷ എന്ന് പറയുന്ന നാടകം കൈകാര്യം ചെയ്തത്. അതിനോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള നാടകം പോക്ക് എന്ന് പറയുന്ന നാടകം ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ പുതിയ കാലത്ത് ചെറുപ്പക്കാർ, നമ്മളുടെ ഒരു ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഉടൻ തന്നെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക്, പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ചേക്കേറാനുള്ള ഒരു വ്യഗ്രത കാണിക്കുന്നു. അതിൽ വലിയ താല്പര്യം കാണിക്കുന്നു. അവർ കേരളത്തിൽ പിടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ ഇവിടെ പരമ്പരാഗതമായ രീതിയിൽ തുടരാനോ താല്പര്യപ്പെടുന്നില്ല. അവർ വിദേശങ്ങളിലേക്ക് കുടിയേറാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഈ പറയുന്ന ഒരു പുതിയ കാല കുടിയേറ്റം അതിനെ പഴയകാല മലബാർ കുടിയേറ്റത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ആവിഷ്കരിക്കുകയായിരുന്നു പോക്ക് എന്ന് പറയുന്ന നാടകം. മനുഷ്യൻ്റെ ചരിത്രം തന്നെ ഈ സഞ്ചാരങ്ങളുടെയും പലായനങ്ങളുടെയും പോക്കുകളുടെയും യാത്രകളുടെയും ഒക്കെ ചരിത്രമാണ് എന്ന് പറയുന്ന അത് ഈ അമ്മയും മകനും തമ്മിലുള്ള വൈകാരികമായ ബന്ധങ്ങൾ, ആ വൈകാരികതയുടെ ചരടുകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പറന്നുയരാൻ അല്ലെങ്കിൽ വിദേശത്തേക്ക് പറക്കാൻ കൊതിക്കുന്ന മകൻ, അവർക്കിടയിലെ ആത്മസംഘർഷങ്ങൾ, ഇതൊക്കെയാണ് പോക്കെന്ന് പറയുന്ന നാടകം അഭിസംബോധന ചെയ്ത വിഷയം. മറ്റൊന്ന് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി ചെയ്തിട്ടുള്ള തട്ടം എന്ന് പറയുന്ന നാടകം. അത് ഏറെ സമകാലിക പ്രസക്തമായ ഒരു വിഷയമാണ്. ഒരു കരിഞ്ചാമണ്ടി എന്ന് പറയുന്ന തെയ്യം, പ്രത്യേകിച്ച് മാപ്പിള തെയ്യങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ്. മാപ്പിളമാർ തെയ്യങ്ങളായി മുസ്ലിം തെയ്യങ്ങളൊക്കെ കെട്ടിയാടുന്ന സാംസ്കാരികമായ പാരമ്പര്യമുള്ള നമ്മുടെ നാട്ടിൽ അത്തരം ഒരു തെയ്യം കെട്ടിയാടുന്ന, കരിഞ്ചാമണ്ടി പോലുള്ള തെയ്യം കെട്ടിയാടുന്ന ഒരാൾ, അയാളുടെ മകൾ വിദ്യാഭ്യാസത്തിനായി പുറത്തേക്ക് പോവുകയും കേരളത്തിലെ മറ്റൊരു സ്ഥലത്ത് വിദ്യാഭ്യാസം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സുപ്രഭാതത്തിൽ ഈ തെയ്യക്കാരൻ്റെ മകൾ തലയിൽ തട്ടമിട്ടുകൊണ്ടാണ് പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത്. അത് വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്കും സംവാദങ്ങൾക്കുമൊക്കെ കാരണമായി തീരുകയും അത് നാട്ടിലാകെ രണ്ട് മതങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ ജാതി പരമായ വിഷയങ്ങളിലേക്കൊക്കെ പോവുകയും നാടകത്തിൻ്റെ ക്ലൈമാക്സിൽ നാട്ടുകാർ ബലമായി വന്ന് ഈ പെൺകുട്ടിയുടെ തലയിൽ നിന്ന് തട്ടം അഴിച്ചു മാറ്റുകയും ചെയ്യുന്നിടത്താണ് നാടകം അതിൻ്റെ യഥാർത്ഥ സന്ദേശം പറയുന്നത്. ഈ പെൺകുട്ടിയുടെ തട്ടം അഴിച്ചു മാറ്റുമ്പോൾ നമ്മൾ കാണുന്നത് തല മൊട്ടയായ മുടിയില്ലാത്ത പെൺകുട്ടിയെയാണ്. അപ്പോൾ ക്യാൻസർ ബാധിതയായ പെൺകുട്ടി മറ്റുള്ളവരുടെ സഹതാപത്തിൽപ്പെട്ട് അവളുടെ സ്വപ്നങ്ങൾ തകർന്നു പോകണ്ട എന്ന് വിചാരിച്ച് ദൈന്യതയോടെയുള്ള നോട്ടങ്ങൾ ഭയന്ന് ഈ ഒരു 2 മുഴം തുണി കൊണ്ട് മുഖം മറച്ച അല്ലെങ്കിൽ തല മറച്ച പെൺകുട്ടിയെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് പെൺകുട്ടി അവസാനം പറയുന്നുണ്ട്, നമ്മുടെ ശരീരത്തിന് രോഗം ബാധിച്ചാൽ മുടി കൊഴിഞ്ഞു പോകും, പക്ഷെ അത് വീണ്ടും വളർന്നു വരും. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിന് ക്യാൻസർ ബാധിച്ചാൽ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു നാടകമാണ് തട്ടം എന്ന് പറയുന്ന നാടകം. ഒന്നാമത്തെ നാടകം പോക്ക് എടൂർ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ചെയ്തത്, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളത്. രണ്ടാമത്തെ നാടകം മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളാണ് ചെയ്തത്. ഹൈസ്കൂൾ നാടകവും മേമുണ്ട സ്കൂളിൻ്റേത് തന്നെയാണ്. ഈ നാടകങ്ങളുടെ രാഷ്ട്രീയമൊക്കെ നമ്മൾ പറഞ്ഞു. ഈ പറയുന്ന വലിയ കനമുള്ള രാഷ്ട്രീയമാണ് കുട്ടികൾ പറയുന്നത്. അവർക്ക് എത്ര മനസ്സിലാവുന്നൊക്കെ അപ്പുറത്തേക്ക് അത് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ഭയങ്കര ശബ്ദം എടുത്ത്, അതായത് ഒരു മൈക്കാണ് ഇപ്പോഴും നമ്മൾ പണ്ട് കാണുന്ന കാലഘട്ടം കാണുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും മൈക്കൊക്കെ. അപ്പോൾ അതിൽ മാറ്റം വരേണ്ടതില്ലേ? തീർച്ചയായിട്ടും വലിയ പ്രശ്നമാണ്. കാലഘട്ടവും സാങ്കേതികത്വങ്ങളൊക്കെ പുരോഗമിക്കുന്ന ഈ സമയത്തും നമ്മൾ എല്ലാത്തരം ആർഭാടങ്ങളോടെയും ആഘോഷങ്ങളോടെയും ഒരു കലാമാമാങ്കം, കലാ ഉത്സവം കൊണ്ടാടുമ്പോഴും പ്രാഥമികമായ ചില കാര്യങ്ങളിൽ നമ്മൾ വളരെ പിന്നോക്കമാണ് നിൽക്കുന്നത് എന്ന് വളരെ ഖേദപൂർവ്വം പറയേണ്ടി വരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായി നടന്നിട്ടുള്ള ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി നാടകോത്സവങ്ങളിൽ നാടകത്തെ സംബന്ധിച്ച് അക്ഷയ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ശബ്ദം. മൈക്ക് അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദ സംവിധാനത്തിൻ്റെ മികവൊക്കെ വളരെ പ്രധാനമാണ്.
അപ്പോൾ അത് സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന് വേണം പറയാൻ. ഇത്രയും നാളുകളുടെ പരിശ്രമത്തിലൂടെ നിരന്തരമായ അധ്വാനത്തിലൂടെ ഒരു നാടകം സ്വായത്തമാക്കി അത് ഏറ്റവും മികച്ചൊരു വേദിയിൽ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് വരുന്ന കുട്ടികളെ തികച്ചും നിരാശപ്പെടുത്തുന്ന, അതുപോലെ തന്നെ നാടകവേദിയിൽ ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ കാണികളുടെ ഒരു ധാരാളിത്തം, കാണികളുടെ ഒരു സമൃദ്ധി നമ്മൾ കാണുന്നതാണ്. നാടകം മരിക്കുകയാണെന്നൊക്കെ പുലമ്പുന്ന ഒരു കാലഘട്ടത്തിൽ എത്ര ആവേശത്തോടെയാണ് പുതിയ പ്രേക്ഷകർ നാടകത്തെ സ്വീകരിക്കുന്നത്. എന്നിട്ടും ആ പ്രേക്ഷകരിലേക്ക് സുഗമമായി എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാങ്കേതിക സംവിധാനം ഒരുക്കുന്നതിൽ, ശബ്ദ സംവിധാനം ഒരുക്കുന്നതിൽ പലപ്പോഴും നമ്മളുടെ കലോത്സവ വേദികൾ പരാജയപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നത് വളരെ ഖേദകരമാണ്. ആ കുട്ടികൾക്ക് അവർ അവതരിപ്പിക്കുന്ന നാടകത്തിൻ്റെ കണ്ടൻറ്റ് പൂർണ്ണമായ അർത്ഥത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോകുന്നു. അതിൻ്റെ നിരാശയും അതിൻ്റെ സങ്കടവും അതിനുവേണ്ടി അവർ ചെലവാക്കുന്ന സ്ട്രെയിനും അത് നാടകത്തെ ബാധിക്കുന്ന രീതിയുമൊക്കെ വലിയ തരത്തിൽ നമ്മളെ ദുഃഖിപ്പിക്കുന്നുണ്ട്. ഇനി വരും കാലങ്ങളിലെങ്കിലും ഇതിൻ്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് അതിൽ മാറ്റം വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. സാറ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ ഈ കുട്ടിയോടൊക്കെ സംസാരിക്കുമ്പോൾ സംസാരിക്കാൻ ശബ്ദമില്ലാത്തൊരവസ്ഥയുണ്ട്. പല നാടകങ്ങളിലും ഇവർ പല ജില്ലകളിൽ നിന്നായി മറ്റൊരിടത്തേക്ക് എത്തുമ്പോൾ രാവും പകലുള്ള പ്രാക്ടീസും മഞ്ഞും വെയിലും ഒക്കെ കൊണ്ട് പിന്നീട് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ആ ശബ്ദം അതുപോലെ എടുത്ത് അവതരിപ്പിക്കാൻ പറ്റാത്ത പോകുന്ന നാടകങ്ങളും നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ മാറ്റി വരുത്തേണ്ടതുണ്ട്. എന്തായാലും നാടകങ്ങൾ സിനിമയെ അതിജീവിക്കുമെന്ന് മുൻപ് ഞാൻ പറഞ്ഞു കേട്ടുള്ളത് ജിനോ ജോസഫ് സാർ തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നാടകവേദികളിൽ, നാടകത്തിൻ്റെ സദസ്സുകളിൽ നിറയുന്ന കാണികൾ എന്ന് പറയുന്നത് തന്നെയാണ് ഓരോ നാടകത്തിൻ്റെയും വിജയം എന്നുള്ളത്. ഇത്തവണ മാഷും കുട്ടികളും ഇവിടുന്ന് നാടകം തൂക്കി, കലോത്സവം തൂക്കി തിരികെ നാട്ടിലേക്കാണ്.